വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിന്നാസ്ലോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. അപ്പം നമ്മൾ നിലമ്പൂർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ബസ്സൊക്കെ ഇറങ്ങി നിലമ്പൂരെത്തി. നല്ല മൂടലാണ്, മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, സ്വാതി, സാവിത്രി, നേഹ ഒക്കെ ഉണ്ട്. പിന്നെ മുമ്പിൽ കുറച്ച് പേര് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് പയ്യൊക്കെ ഏറ്റവും കയറിക്കൊണ്ടിരിക്കുകയാണ്. DFO ബംഗ്ലാവിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നിലമ്പൂരിൻ്റെ വിശേഷങ്ങൾ കാണാം. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയല്ല കേട്ടോ ശരിക്കുള്ള വഴി. മെയിൻ റോഡ് വേറെ ഉണ്ട് DFO ബംഗ്ലാവിലേക്ക്. നമ്മൾ മാപ്പ് നോക്കി വന്നപ്പോൾ ഈ വഴിയാണ് കിട്ടിയതെന്ന് മാത്രം. പക്ഷേ മറ്റേ വഴി എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ടാർട്ട റോഡായിരിക്കും. പക്ഷേ എന്താ പറയുക, നല്ല ചുറ്റാണ്. ഇത് പിന്നെ കുത്തനെ കയറ്റാണ്. ഏകദേശം ഒരു പോലെ. ഇതാ മുമ്പിൽ നടക്കുന്നവർ നമ്മുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ. അവരുടെ അടുത്ത് എത്തുമ്പോൾ അവരിങ്ങനെ കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ നിന്നാണ് വന്നത്. അപ്പോൾ സാവിത്രി ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ നിലമ്പൂർന്ന് ഷൊർണൂർക്ക് ട്രെയിൻ കയറി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതാണ് കേട്ടോ ബാഗ്. ഞങ്ങൾ ആ റോഡിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വിചാരിച്ച് ശരിക്കും നമ്മൾ വഴി തെറ്റിയ മാപ്പ് ചതിച്ചു എന്നൊക്കെ. പക്ഷേ ഫൈനലി കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കയറിയിട്ടാണെങ്കിലും നമ്മളിതാ DFO ബംഗ്ലാവിൻ്റെ മുമ്പിലെത്തിയിട്ടോ. എന്താണ് മലയുടെ ഒരു ഓരോ കുസൃതികൾ. സരസ സുന്ദരി മണി നീ അലസമായുറങ്ങിയോ, കനവു നീതുരാത്മരാഗം മിഴികളിൽ നിറഞ്ഞുവോ, വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായുരാതിതാളം, പഴന്തമിൽ പാട്ടിടയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഈ ഒരു DFO ബംഗ്ലാവിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക സ്കൈ വാക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ദൂരം ഈ മരങ്ങളുടെ ഇടയ്ക്കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്. അപ്പം ഇതിനും 40 രൂപയാണ് മൊത്തം DFO ബംഗ്ലാവും. അതുപോലെ തന്നെ ഈ ഒരു സ്കൈ വാക്കിനും കൊണ്ടും കൂടി ഒരാൾക്ക് വരുന്നത് 40 രൂപയാണ്. അതാണ് സുർജിത്തും ജോബിയും. ഇവരാണ് മുമ്പ് നടന്നു പോയിട്ടോ. എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അന്നേരം. അതാണ് കേട്ടോ തനു. ഇത് സാവിത്രി, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നല്ലോ അല്ലേ. സോ അതാണ് തനു. നമ്മളങ്ങനെ സ്കൈ വാക്കും ബംഗ്ലാവൊക്കെ കണ്ടിട്ടോ. ഇനി നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് നമുക്കൊന്ന് ഫുഡ് കഴിക്കാനും നല്ല വിശപ്പുണ്ട്. 1:30 ആയി. നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മളങ്ങനെ ബംഗ്ലാവൊക്കെ കണ്ടിട്ട് നേരെ മെയിൻ റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഹിൽ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിലമ്പൂരിൻ്റെ ഒരു നല്ല വ്യൂ കാണാട്ടോ നമുക്ക്. നമ്മളങ്ങനെ ടൗണിൽ നിന്നൊരു കടയിൽ നിന്ന് ബിരിയാണിയും ചോറൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് കനോലി പ്ലോട്ട് കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഞാനും നമ്മളൊക്കെ അവിടെ കനോലി പ്ലോട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് പയ്യെ കനോലി പ്ലോട്ട് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ കനോലി പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. നല്ല വൈബാണ് ഇവിടെ. ഫുള്ള് എന്താ പറയാ, തേക്കും അങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി ആണ്. അപ്പോൾ നല്ല ഫ്രണ്ട്സിനൊപ്പം കുടുംബത്തിനോടൊപ്പം ഒക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കുറെ ദൂരം നടക്കാനുണ്ട്. അപ്പൊ നമുക്ക് പയ്യെ നടക്കാം. ലെറ്റ്സ് ഗോ. നടന്നു നടന്നത് ആ പുഴയുടെ അവിടെ എത്തിയിട്ടോ. നമ്മൾ കാണുന്നില്ല, നല്ല രസമുണ്ടല്ലേ. ഇവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റാട്ടോ.
ഉള്ളൂ ജങ്കാറിന്. എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല വേറെ ആർക്കെങ്കിലും അത്ര സംഭവം ഇല്ല എന്ന് തോന്നി. 40 രൂപ നഷ്ടമാണ് ഗ്രീന, നഷ്ടമാണ്. ഓക്കേ, എന്താ പെരുമാമിന്റെ പൊത്ത് എവിടെ? ഇവിടെ സുർജിത്ത് പറഞ്ഞത് പെരുമാമി സുർജിത്തിന്റെ ഗവേഷണം അനുസരിച്ച് ഇത് പെരുമ്പാമ്പിന്റെ പുറ്റാണ്. ആ പൊത്ത്, അതെ, പെരുമ്പാമ്പിന്റെ പൊത്ത്. കുരങ്ങന്മാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, എനിക്ക് കണ്ടന്റ് ആവട്ടെ. കനോലി പ്ലോട്ട് നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ തൂക്കുപാലവും അതുപോലെ തന്നെ ബോട്ട് സർവീസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 40 രൂപ നഷ്ടമായതുപോലെ തോന്നിയത്. സോ എന്താ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഞാൻ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.